എല്ലാവരും തൃപ്തിപ്പെടുത്തുക എന്നുള്ള ചിന്തയാണ് ആദ്യം എടുത്ത് ഒഴിവാക്കേണ്ടത്. എല്ലാവരും തൃപ്തിപ്പെടുത്തേണ്ടതില്ല ജീവിക്കാൻ. എല്ലാവരും നമ്മളായിട്ട് നല്ല രൂപത്തിലായി നിൽക്കാൻ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞ ആദ്യം ഈ തോട്ടൻ ഒഴിവാക്കുക. എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് വിചാരിക്കേണ്ടതില്ല. എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര പഠിച്ച കള്ളനായിരിക്കണം. എല്ലാവരെയും മുന്നിൽ അത്രയും ഡിപ്ലോമസി ഇറക്കിയിട്ട് നമ്മൾ നല്ലത് മാത്രം പറയിപ്പിക്കണ്ടെങ്കിൽ നമ്മൾ അത്ര വലിയ കള്ളനായിരിക്കണം. എല്ലാവർക്കും ഈവൺ ഇപ്പം നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ കാണുന്ന പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഇടയിൽ സ്വീകാര്യനാണോ? അല്ല. കുറച്ച് ആൾക്കാർ അദ്ദേഹം മോശം പറയുന്നുണ്ട്, പറയണം. കാരണം നന്മ കൊണ്ട് വരുമ്പം തിന്മ കൊണ്ട് വരുന്ന ആൾക്കാർ അതിനെന്ത് ചെയ്യണം? പ്രതിരോധിക്കണം. അതിനനുസരിച്ച് ഓരിങ്ങനെ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഓർക്കും കൂടി വേണ്ടിയിട്ടുള്ള രൂപത്തിൽ നിൽക്കുക. അതല്ല, നമ്മൾ പറയുന്നത് ശരിയാണോ, നമ്മളതിൽ ഉറച്ചു നിൽക്കുക, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, നന്മയിൽ പോയിക്കൊണ്ടിരിക്കുക. അവർ കുറച്ച് ആൾക്കാർ കല്ലെറിയാനുണ്ടാവും, അറിഞ്ഞുകൊണ്ടേ നിന്നോട്ടെ, മൈൻഡ് ചെയ്യണ്ട. ക്ലിയർ? അങ്ങനെ അങ്ങോട്ട് പോവുക ജീവിതം. നമുക്ക് ബോധ്യം ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ബോധ്യം ഉണ്ടാവുക, ശരികളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, വരുംവരായികളെ കുറിച്ചിട്ടൊക്കെ ഒരു ബോധ്യമുള്ള ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വലിയ കള്ളനായിട്ട് മാറും. നമുക്ക് നമ്മളെല്ലാവർക്കും വേണ്ടി സംസാരിക്കും, എല്ലാവർക്കും വേണ്ടി ഡിപ്ലോമസി, രാഷ്ട്രീയക്കാരൊക്കെ പോലെ ചില സമയങ്ങളിലായി മാറും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജെന്യുവനായിട്ടുള്ള ആൾക്കാർ നമ്മളെ ചുറ്റും ഇല്ലാതാവും. അവസാനം കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങും. ഓനെല്ലാവരും ഭാഗത്ത് നിന്നുങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ജെന്യുവിനിറ്റി നഷ്ടപ്പെടും. ഉള്ളത് കുറച്ചാണെങ്കിലും ജെന്യുവിനായിട്ടുള്ളൊരു ക്രൗഡ് കൂടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും തൃപ്തിപ്പെടുത്താനുള്ള ഓട്ടം അവസാനിപ്പിക്കുക.